ലോകം കണ്ട ഏറ്റവും വലിയ പന്താട്ടക്കാരുടെ നാട്ടിൽ ഓരോ തലമുറയിലും പുതിയ രക്ഷകന്മാർ അവതരിക്കാറുണ്ട്. പെലയിൽ തുടങ്ങി ഇന്നത് നെയ്മറിലെത്തി നിൽക്കുമ്പോഴും അതിനുശേഷം മാറുന്ന ചോദ്യം ഇന്നും ഉയർന്നു കേൾക്കുന്നു. വിനിയും റോഡ്രിയും എന്ന നാമങ്ങൾ ആധുനിക ഫുട്ബോളിൽ ബ്രസീൽ കുപ്പായത്തിൽ അരങ്ങു വാഴുമ്പോഴും പുതിയ യുഗത്തിൻ്റെ വരും വരകളെക്കുറിച്ച് ബ്രസീൽ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള അവരുടെ ആരാധകരിലും ഇന്നും ആശങ്ക ബാക്കി വെക്കുന്നു. പലപ്പോഴും തൻ്റെ പരിക്കുകൾ രാജ്യാന്തര സേവനങ്ങൾക്ക് അപര്യാപ്തമാകുമ്പോഴും നെയ്മറില്ലാ കളരി ഗോൾ നേടുന്നതിൽ പലപ്പോഴും വളരെ പുറകിലായി പോകുന്നുണ്ട്. നിരവധി യുവതാരങ്ങളും എക്സ്പീരിയൻസും ഇടകലർന്ന ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ സമകാലിക ടീമിൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ പലപ്പോഴും റെഡും ഫിർമിനിയും ജീസസും തുടങ്ങിയവർക്ക് ശേഷം റിച്ചാർലിസണും റോഡ്രിയും എന്ന നാമങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോഴും അവർ കൈകാര്യം ചെയ്യുന്ന ഫിനിഷിംഗ് റോളുകൾക്ക് R9 എന്ന ആ വലിയ മേരുവിൻ്റെ നിഴൽ പോലും ആകുവാൻ സാധിക്കുന്നില്ല എന്നത് പരമയാഥാർത്ഥ്യമാണ്. എന്നാൽ മുൻകാല ബ്രസീൽ ഓർമ്മകളിൽ മുൻനിര ഭരിച്ചിരുന്ന ചില പേരുകൾ മാത്രം മതിയായിരുന്നു ഏത് എതിരാളികളുടെയും ഉറക്കത്തെ പോലും കളയുവാൻ. പിന്നീട് അങ്ങോട്ടെപ്പോഴോ ആ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഒരു സ്ഥിരത പുലർത്തുന്ന താരത്തിൻ്റെ അഭാവം കൊണ്ട് തന്നെയായിരുന്നു ബ്രസീൽ എന്ന ടീമിനെ എതിരാളികളിൽ പലപ്പോഴും പലരും ഭയക്കാതിരുന്നതും. സ്ട്രൈക്കറിലായിരുന്നിട്ട് പോലും ഒരു പരിധിവരെ നെയ്മർ ഡാ സിൽവ എന്ന സാമ്പാ നർത്തകൻ്റെ തോളിലേറിക്കൊണ്ട് തന്നെയായിരുന്നു ബ്രസീൽ എന്ന ടീമിൻ്റെ ഇതുവരെയുള്ള യാത്ര ചെന്നെത്തി നിൽക്കുന്നത്. എന്നാൽ പക്ഷേ ബ്രസീൽ എന്ന ഫുട്ബോൾ രാജാക്കന്മാരുടെ നാടിന് ഒരു ചരിത്രമുണ്ട്. അത് സംഭവിക്കേണ്ട സമയത്ത് സദാസമയം പുനഃസൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഒഴിഞ്ഞുകിടക്കുന്ന ആ വിശ്വാസ നമ്പറിലേക്ക് കാലം കാത്തുവച്ച സമയം അടുത്തിരിക്കുന്നു. R9 എന്ന ആ വലിയ നമ്പറിൻ്റെ പ്രതിബിംബം പോലെ അവനിലേക്ക് ലോകം ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു 17കാരൻ ലോകത്തെ തന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. അതെ, അവൻ വരുന്നുണ്ട് പുതിയ ലോകം സൃഷ്ടിച്ചെടുക്കുവാൻ. അതുകൊണ്ട് ഈ പേരൊന്ന് കുറിച്ചു വെച്ചു. The Wonder Kid. Every time he touches the ball has magic. ലോക ഫുട്ബോളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്കും പാൽമേറാസ് എന്ന ക്ലബിനെ കുറിച്ച് അറിയുന്നവർക്കും എൻട്രിക് എന്ന നാമം വളരെ പരിചിതമായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് അവിടെ ആ 16കാരൻ നടത്തിയ പ്രകടനങ്ങൾക്ക് റയൽ മാഡ്രിഡ് എന്ന വമ്പൻ ക്ലബ് ഇട്ട വിലയും കണ്ട് ഇനി കേൾക്കാത്തവനും കാണാത്തവനും പുതിയ ചർച്ചകൾ തുടങ്ങി വെച്ചോളൂ. തൻ്റെ അരങ്ങേറ്റം മുതൽ കളിച്ച 3 മത്സരങ്ങളിലും ബാക്ക് ടു ബാക്ക് ഗോളുകൾ നേടുന്നു. വേഗത കൊണ്ടും ഫിറ്റ്നസ് കൊണ്ടും എക്സ്പീരിയൻസ് താരങ്ങളെ പോലും ബീറ്റ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി, ഗോൾ എന്ന പിൻ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെ തുടങ്ങി എല്ലാം അടങ്ങുന്ന പ്യുവർ സ്ട്രൈക്കറിൻ്റെ ഗുണങ്ങളെല്ലാം അടങ്ങുന്നതാണ് എൻട്രിക് എന്ന നാമം. കഴിഞ്ഞേറെ വർഷങ്ങളായി ബ്രസീലിൻ്റെ മുൻനിരയിൽ താളം കിട്ടാതെ പലരും മാറി മാറി ധരിച്ച ആ കുപ്പായത്തിലൂടെ എൻട്രിക് എന്ന 17കാരൻ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. ടൈമായിരിക്കുന്നു ഞങ്ങളുടെ ആ പഴയ പ്രതാപകാലത്തെ തിരിച്ചു പിടിക്കുവാനെന്ന്. ഇംഗ്ലണ്ട്, സ്പെയിൻ, മെക്സിക്കോ എന്ന 3 വമ്പന്മാരുടെ പൂട്ട് തകർത്തുകൊണ്ട് അതൊന്നും വെറും വാക്കായിരുന്നില്ല എന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതുവരെയുള്ള തൻ്റെ മത്സരങ്ങളിൽ പലതിലും തിരിച്ചറിവിൻ്റെ കാറ്റായിട്ടായിരുന്നു എൻട്രിക് ലോകത്തിന് മുന്നിൽ സ്വയം തന്നെ അവതരിപ്പിക്കുന്നത്. മെക്സിക്കോയുമായുള്ള അവസാന മത്സരത്തിൽ 96-ാം മിനിറ്റിൽ ഹെഡർ കൊണ്ട് സമനില കുരുക്കിനെ പൊളിച്ചു കളയുന്നതും വലിയ സൂചന തന്നെയാണ്. ഈ ചെറുപ്രായത്തിൽ അവനെ കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്ക എന്ന ആ വലിയ വേദിയാണ്. ചരിത്രം തിരിച്ചു പിടിക്കുവാനായി പുതിയ സ്ക്വാഡുമായി ഡൊറിവൽ ജൂനിയർ വരുമ്പോൾ മുൻനിരയിൽ എൻട്രിക് എന്ന ആ പേരുമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ വരവിനെയും സാന്നിധ്യത്തെയും ഇന്നേ എതിരാളികളിൽ പലരും ഒരല്പമെങ്കിലും ഭയന്ന് കാണണം. അത് R9 എന്ന ആ പഴയ റൊണാൾഡോ ബാക്കി വെച്ച കഥ എഴുതി പൂർത്തിയാക്കുവാൻ അവൻ ഒരുങ്ങുകയാണ്. ദ ഫ്യൂച്ചർ എൻട്രിക് ഫിലിപ്പെ ഡിസൂസ. Vinicius Junior with the vicious pass. Wow. Quality.